ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വമ്പൻ യാത്രകൾക്ക് കളമൊരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുള്ള ഒരു താൽക്കാലിക മരവിപ്പ് മാറി ഭാരതീയ ജനതാ പാർട്ടി പൂർവാധികം ശക്തിയോടെ തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് തിരികെ വരുന്നു. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു വൻകിട രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിശ്രമമില്ലാത്ത ഒരു ഇലക്ഷൻ മെഷീനായ BJPയുടെ വമ്പൻ യാത്ര വരികയാണ്. 15ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഭക്തി പ്രസ്ഥാന കവിയും സന്യാസിയുമായിട്ടുള്ള സന്ത് ശിരോമണി ഗുരു രവിദാസിന്റെ 650ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് BJP പ്രഖ്യാപിച്ച സമരസ സങ്കൽപ് അഭിയാൻ അഥവാ സാമൂഹിക സൗഹാർദ്ദ ക്യാമ്പയിൻ വെറുമൊരു സാംസ്കാരിക പരിപാടിയല്ല. ഈ ജൂലൈ മുതൽ അടുത്ത വർഷം ഫെബ്രുവരി 20 വരെ നീളുന്ന 7 മാസം നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായ ഒരു കർമ്മ പദ്ധതിയാണത്. ഗുരു രവിദാസിന്റെ ജന്മസ്ഥലമായിട്ടുള്ള വാരണാസിയിലെ സിർ ഗോവർദ്ധൻപുരിൽ നിന്നാണ് ഈ മഹാമുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിന്നുള്ള പുണ്യ മണ്ണടങ്ങിയ 131 കലശങ്ങൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും സന്യാസി സമ്മേളനങ്ങളിലേക്കും മഹാഘോഷയാത്രയായി കൊണ്ടുപോകും. 21,000-ഓളം കേന്ദ്രങ്ങളിൽ സമന്വയ പരിപാടികളും 51,000 ക്ഷേത്രങ്ങളിൽ ദീപോത്സവവും പാർട്ടി ലക്ഷ്യമിടുന്നു. ഇതിൽ ഏറ്റവും വലിയ ആകർഷണം ഒക്ടോബർ 5 മുതൽ നവംബർ 5 വരെ പഞ്ചാബിലെ ജലന്ധറിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്ക് നടത്തുന്ന ശ്രീ ഗുരു രവിദാസ് മഹാരാജാസ് സമരസ യാത്രയാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ വലിയൊരു ജനസാഗരമായി കടന്നുപോകുന്ന ഈ യാത്ര ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഈ യാത്രയുടെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള പശ്ചാത്തലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്നതിലുപരി ഹൈന്ദവ സമൂഹത്തിലെ ദളിത് വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശാലമായ ഹിന്ദു ഐക്യവും സാമൂഹിക സമത്വവും ഉറപ്പാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അധിനിവേശ ശക്തികളായിട്ടുള്ള ശിരോമണി സിക്കന്ദർ ലോധിയും തുഗ്ലകുമൊക്കെ വാളുകൊണ്ട് മതപരിവർത്തനം നടത്തിയിരുന്ന ജനങ്ങൾക്ക് ശബ്ദമില്ലാതിരുന്ന ഇരുണ്ട കാലഘട്ടത്തിലാണ് ഭക്തി പ്രസ്ഥാനത്തിലൂടെ ഗുരു രവിദാസിനെ പോലെയുള്ള സന്യാസിമാർ ഹൈന്ദവ സമൂഹത്തെ ഉണർത്തിയത്. ജാതിരഹിതമായിട്ടുള്ള ദുഃഖങ്ങളില്ലാത്ത ബേഗംപൂര എന്നൊരു സമതസുന്ദരമായിട്ടുള്ള സങ്കല്പം എബ്രഹാം ലിങ്കണും അംബേദ്കറിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ചെറിയവനും വലിയവനും ഒന്നിച്ചു ജീവിക്കുന്ന ആ സാമൂഹിക ദർശനത്തെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മോദി സർക്കാരിന്റെ നയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് BJP ഈ ക്യാമ്പയിൻ രാജ്യമെമ്പാടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് വരാം. 2027 നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് തന്നെയാണ് ഈ വമ്പൻ നീക്കത്തിന് പിന്നിലെ പ്രധാന ഫോക്കസ്. ഗുരു രവിദാസിന്റെ അനുയായികളായിട്ടുള്ള രവിദാസിയ എന്ന ശക്തമായിട്ടുള്ള ദളിത് വിഭാഗത്തെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് ഈ യാത്രയുടെ സ്ട്രാറ്റജി. ഉത്തർപ്രദേശിലെ ജനസംഖ്യയുടെ 21% ദളിതരാണ്. ആകെയുള്ള 403 സീറ്റുകളിൽ 84 സീറ്റുകൾ അവർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA ഇതിൽ 63 സീറ്റുകളും നേടിയിരുന്നു. പഞ്ചാബിലാകട്ടെ ദളിത് ജനസംഖ്യ 32%. പ്രത്യേകിച്ച് പഞ്ചാബിലെ ദോവാബ മേഖലയിൽ മാത്രം 12 ലക്ഷത്തിലധികം രവിദാസിയ വിഭാഗക്കാരുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ 34 സംവരണ സീറ്റുകളിൽ ഒന്നിൽ പോലും ജയിക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ വലിയ വിടവ് നികത്താനും UPയിലെ വോട്ടുകൾ പൂർണ്ണമായും ഉറപ്പിക്കാനുമാണ് ദളിത് ഭൂരിപക്ഷ മേഖലകളിലൂടെ ജലന്ധറിൽ നിന്നും വാരണാസിയിലേക്കുള്ള ഈ യാത്ര കടന്നു പോകുന്നത്. ഇതിനുള്ള അടിത്തറ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ രവിദാസിയ വിഭാഗത്തിന്റെ പ്രധാന ആത്മീയ കേന്ദ്രമായിട്ടുള്ള ദേര സച്ച്ഖണ്ഡ് ബല്ലാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്ദർശനം നടത്തുകയും അവിടുത്തെ തലവനായിട്ടുള്ള സന്ത് നിരഞ്ജൻ ദാസിന് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഭക്തരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമായിരുന്ന അമൃതസർ വാരണാസി സന്ത് രവിദാസ് എക്സ്പ്രസ് എന്ന പ്രത്യേക ട്രെയിൻ ആരംഭിച്ചതും വാരണാസിയിൽ സന്ത് രവിദാസ് മ്യൂസിയത്തിനും പ്രതിമയ്ക്കുമൊക്കെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടതുമൊക്കെ ഈ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ BJP ഒരിക്കലും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവധി കൊടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കേവലം ഒരു സാംസ്കാരിക പരിപാടിയുടെ പേരിൽ ആരംഭിച്ച് താഴെത്തട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്ന BJPയുടെ ഈ വമ്പൻ യാത്ര പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു അപായ സൂചനയാണ് നൽകുന്നത്. ദളിത് വോട്ടുകൾ തങ്ങളുടെ സ്വന്തമാണെന്ന് അഹങ്കരിച്ചിരുന്ന പ്രാദേശിക പാർട്ടികൾക്കും ഇന്ത്യ സഖ്യത്തിനും വരാനിരിക്കുന്ന നാളുകൾ അത്ര എളുപ്പമാകില്ല. ഹിന്ദു സമൂഹത്തിലെ സകല വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് സാംസ്കാരിക പുനരുജ്ജീവനത്തിലൂടെ വോട്ടർമാരെ ഒന്നാകെ ഇളക്കി മറിക്കുന്ന തങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ശൈലിയിലേക്ക് BJP പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തിരിച്ചെത്തുകയാണ്. ഈ യാത്ര UPയുടെയും പഞ്ചാബിന്റെയും രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്